ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ ഡിസംബർ മാസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ ഡിസംബർ മാസത്തിൽ കൂടുതൽ പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും കിരണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വീശുന്നതിനു വേണ്ടി നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്ന നാം ഓരോരുത്തരും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ശിശുവായ ഈശോയെ എങ്ങനെ സ്വീകരിക്കണം, എൻ്റെ ഭവനത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ബിസിനസ് മേഖലയിലേക്ക്, എൻ്റെ ജീവിത പ്രശ്നങ്ങളിലേക്ക്, എൻ്റെ ജോലി മേഖലയിലേക്ക്, ഇനിയും നേരിട്ടുകൊണ്ടിരിക്കുന്ന തടസ്സങ്ങളിലേക്ക് എങ്ങനെ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ ഏകജാതനായ യേശുക്രിസ്തുവിനെ വരവേൽക്കും, എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം ഭരണം നടത്തും എന്നതിന് ഈ മാസം മുഴുവനും നാം സാക്ഷിയാണ്. ഏകജാതനെ നൽകാൻ തക്കവണ്ണം അത്രയധികം കർത്താവായ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മുടെ സ്വർഗീയ പിതാവ് ഒത്തിരി നമ്മെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളെ ഏവരെയും ദൈവം വിളിക്കുന്നു. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നിങ്ങളെ വിളിക്കുന്നു. ആ വിളി സ്വീകരിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പാപമോചനം നൽകാൻ, ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി, ഞങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി, ഞങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി, ഞങ്ങളുടെ അഭിവൃദ്ധിക്കു വേണ്ടി പിതാവേ അങ്ങയുടെ ഏകജാതനെ ഞങ്ങൾക്ക് നൽകി ക്രൂശുമരണം വരിക്കത്തക്കവണ്ണം അത്രയധികം സഹനങ്ങൾ ഏകജാതനായ യേശുക്രിസ്തു ഏറ്റെടുക്കണം എന്നറിയാവുന്നിട്ടും അങ്ങയുടെ അനന്തമായ സ്നേഹം, ഞങ്ങളോടുള്ള കരുതലും സ്നേഹവും അവിടുന്ന് ഈശോയെ ഞങ്ങൾക്ക് നൽകി. ഈ ഈശോയുടെ ജനന തിരുനാളിൻ്റെ ഒരുക്കങ്ങളോടനുബന്ധിച്ച് കൂടുതൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ഡിസംബർ മാസം ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നതിന്, വിജയവും മഹത്വവും അനുഭവിക്കുന്നതിന്, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സമാധാനം അനുഭവിക്കുന്നതിന് ഈ ഡിസംബർ മാസത്തിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുമ്പോൾ ഞങ്ങളുടെ പ്രത്യാശ പൂർണ്ണമായും അങ്ങയിലായിരിക്കുന്നതിന്, പൂർണ്ണമായും അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ബലഹീനതയിൽ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ഡിസംബർ മാസത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നീ ഞങ്ങളെ കരം പിടിച്ച് മുന്നോട്ട് നടത്തണമേ. ഈ ഡിസംബർ മാസം അനുഗ്രഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ മാസമാക്കി മാറ്റണമേ. എല്ലാ മേഖലയിലും വലിയ അനുഗ്രഹങ്ങൾ കാണാൻ, എല്ലാ മേഖലയിലും ശാന്തതയും സമാധാനവും അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷ അർപ്പിച്ച് അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ വലിയ പ്രതീക്ഷകൾ അർപ്പിച്ചു. എന്നാൽ ദൈവമേ, ജീവിതം മുഖത്തോട് മുഖം വരുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം ശൂന്യാവസ്ഥയാണ്. ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കുന്ന അനുഭവങ്ങളാണ് ഞങ്ങൾ ജീവിതത്തിൽ നേരിട്ട് കാണുന്നത്. ഈ പ്രതിബന്ധങ്ങളെ മാറ്റുവാൻ ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവഹിതമെങ്കിൽ ഞങ്ങളെ എല്ലാത്തിനും നീ സഹായിക്കണമേ. ദൈവഹിതമെങ്കിൽ മാത്രം ദൈവമേ ഈ പ്രതിബന്ധങ്ങളെ എടുത്തു മാറ്റിയാൽ മതി. അല്ല എങ്കിൽ ഓരോ പ്രതിസന്ധിയും പ്രതിബന്ധവും ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിനുള്ള ഉപാധിയാണ് എങ്കിൽ എൻ്റെ കർത്താവെ, അതിനെ അതിജീവിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ അടുക്കുന്നതിന് ഈ ഡിസംബർ മാസത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ഈ വർഷം മുഴുവനും ഞങ്ങൾക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ പ്രതി നന്ദി അർപ്പിക്കുവാനായി ഈ പുതിയ മാസത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഈ പുതിയ മാസത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാതോർത്ത് കാത്തിരിക്കുന്നു. കർത്താവായ ദൈവമേ, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഈ മാസം ഞങ്ങൾക്ക് നൽകി, ഒരു പുതിയ അഭിഷേകം നൽകി, വൻ കാര്യങ്ങളെ നേടിയെടുക്കുന്നതിനുള്ള അഭിഷേകം നൽകി.
ഈ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളുടെ എല്ലാ ഉറവിടവും ഞങ്ങൾക്ക് നേരെ തുറക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഈ മാസം മുഴുവൻ നയിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ പ്രത്യേകം രക്ഷിക്കണമേ. എല്ലാവരോടും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇടപഴകുവാൻ ഞങ്ങൾക്ക് ഹൃദയ വിശാലത തരണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങുമെത്താത്ത അവസ്ഥയിൽ അങ്ങയിലുള്ള പ്രത്യാശ കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നതിന് ഈ മാസം ഞങ്ങളെ പുത്തൻ അഭിഷേകം നൽകി ഈ ഡിസംബർ മാസം പൂർണ്ണമായും അനുഗ്രഹപ്രദമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഈശോയെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ എന്ന ദൈവവചനം ഇപ്പോൾ നമുക്ക് കൂടുതൽ പ്രത്യാശയും പ്രതീക്ഷയും നൽകി ഈ മാസം മുഴുവനും അസാധ്യങ്ങളെ നേടിയെടുക്കുന്ന മാസങ്ങളാക്കി ദൈവം മാറ്റട്ടെ. കർത്താവേ, സകല കുറ്റാരോപണങ്ങളിൽ നിന്നും സകല അശ്ലീലങ്ങളിൽ നിന്നും ഉപയോഗമില്ലാത്ത ഉപയോഗശൂന്യമായ വാക്കുകളിൽ നിന്നും ഞങ്ങളുടെ നാവിനെ നീ വിശുദ്ധീകരിക്കണമേ. ഈ മാസം ദൈവത്തോടൊത്ത് ജീവിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. യോഹന്നാൻ സ്നാപകനിലൂടെ ദൈവാത്മാവ് അരുളി ചെയ്തതുപോലെ കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവിടുത്തെ പാത നിരപ്പാക്കുവിൻ, അവിടത്തേക്ക് വേണ്ടി ഹൃദയമൊരുങ്ങുവിൻ, അനുതപിച്ച സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. ദൈവമേ, ഞങ്ങളുടെ ഹൃദയ കാഠിന്യം എടുത്തു മാറ്റി അനുതാപത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ചെറിയ കാര്യങ്ങളിൽ പോലും ഹൃദയമുറിവേറ്റ് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാവരുടെയും കുറവുകളെ ദൈവമേ അങ്ങ് കാണുന്നത് പോലെ കാണാൻ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾ ഓരോ സമയവും തിരസ്കരിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകി ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ബലം ക്ഷയിച്ചു പോകാൻ അവിടുന്ന് അനുവദിക്കല്ലേ. അങ്ങയോടൊപ്പം ജീവിക്കുന്നതിന് എല്ലാ കാര്യങ്ങളിലും എൻ്റെ കർത്താവിൽ പൂർണ്ണമായി പ്രത്യാശ അർപ്പിച്ച് ജീവിക്കുന്നതിന് ഈ മാസത്തെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ മാസത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങൾ, മക്കളുടെ പഠനം, പരീക്ഷ, ഈ മാസമുള്ള എല്ലാ വിവാഹങ്ങളെ സമർപ്പിക്കുന്നു. ഈ മാസം ഗർഭിണികളായ സഹോദരിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസം ഡെലിവറി ഫിക്സ് ചെയ്തിരിക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മാസം ചെക്കപ്പിന് വേണ്ടി പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസം വിദേശ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മാസമുള്ള ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളുടെയും പൂർത്തീകരണത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ ശക്തി ഞങ്ങളിൽ വെളിപ്പെടുത്തണമേ. അങ്ങയിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ശക്തി നൽകി ഞങ്ങളെ ഉയർത്തണമേ. ദൈവമേ, ഞങ്ങൾ ദൈവമക്കളാണ്, അവിടുത്തെ അവകാശത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ മാസം ദൈവാനുഗ്രഹങ്ങൾക്ക് മേലെ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് കർത്താവേ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ, ഞങ്ങൾക്ക് അവകാശമായ അനുഗ്രഹങ്ങളെ ഒന്നും തന്നെ നഷ്ടപ്പെടുത്താതെ ഈ ഡിസംബർ മാസം പൂർണ്ണമായി ഞങ്ങൾ അത് ആസ്വദിക്കുന്നതിനും അനുഭവിക്കുന്നതിനും ദൈവമേ അങ്ങയുടെ പുത്തൻ അഭിഷേകം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വെളിപ്പെടാനിരിക്കുന്ന അങ്ങയുടെ മഹത്വത്തെ ഈ ഡിസംബർ മാസം ഞങ്ങൾ ദർശിക്കുന്നതിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. കൂടുതലായി ദൈവത്തിൽ വസിക്കുന്നതിനും ദൈവം ഞങ്ങളിൽ വസിക്കുന്നതിനും ഈ മാസത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ സങ്കടങ്ങൾക്ക് വേണ്ടി, അവരുടെ കുറവുകൾക്ക്, ബലഹീനതകൾക്ക് വേണ്ടി, അവരുടെ പാപത്തിന് വേണ്ടി, അവരുടെ രോഗത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നി ഈ മക്കളുടെ മേൽ അവിടുന്ന് കാരുണ്യം ചൊരിയണമേ. ഈ മാസം എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമാക്കുന്ന മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഡിസംബർ മാസത്തിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ആരും ഞങ്ങളെ അങ്ങയിൽ നിന്ന് അകറ്റാതെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ദുഃഖവും ദുരിതവും വേദനയും പ്രയാസങ്ങളും ഞങ്ങളുടെ തിരസ്കരണങ്ങളും ക്ലേശവും പട്ടിണിയും ദാരിദ്ര്യവും നഗ്നതയും പീഡനവും ദുരിതങ്ങളും എന്നും അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാൻ അനുവദിക്കില്ലേ. ഈ മാസം മുഴുവൻ ദൈവത്തിൽ വസിക്കുന്നതിന്, ദൈവകുമാരനെ
എതിരേൽക്കുന്നതിന്, ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്നതിന്, ദൈവസന്നിധിയിൽ കാതോർത്ത് കാത്തിരിക്കുന്നതിന് ഈ ഡിസംബർ മാസം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാത്തിരിപ്പിന്റെ മാസമായ ഈ ഡിസംബർ മാസത്തിൽ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും പ്രശോഭിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ അവിടുന്ന് അറിഞ്ഞ് ഞങ്ങൾക്ക് ആവശ്യമായ സൗഖ്യവും വിടുതലും സന്തോഷവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ മാസം അത്ഭുതത്തിന്റെ മാസമാക്കി മാറ്റണമേ. എല്ലാ മേഖലയിലും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ദൈവാനുഗ്രഹങ്ങളുടെ മാസമാക്കി, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മാസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സംരക്ഷണവും അനുഗ്രഹവും എപ്പോഴും അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ഈ മാസം എല്ലാ മേഖലയിലും ഞങ്ങൾ അനുഗ്രഹീതരാകുവാൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ ഡിസംബർ മാസത്തിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടുന്ന് സാധിച്ച് നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാക്കി മാറ്റട്ടെ. ഈ മാസം ദൈവാനുഗ്രഹങ്ങളുടെ, സമൃദ്ധിയുടെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, അഭിവൃദ്ധിയുടെ മാസമാക്കി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ആമേൻ.